നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ എത്തിച്ചേരാൻ പ്രവാസികൾ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ പ്രവാസികൾ കാത്തിരുന്ന ആ വാർത്ത അറിയിക്കുന്നതിന് മുന്നാലെ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് സൗദി അധികൃതർ. ഇപ്പോഴത്തെ രാജ്യത്തിന് പുറത്തുനിന്ന് വാക്സിൻ എടുക്കാതെ വരുന്ന കമ്പനി തൊഴിലാളികളെ താമസിപ്പിക്കാൻ പ്രത്യേക സമ്പർക്ക വിലക്ക് കേന്ദ്രങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കാൻ സൗദി അധികൃതർ ഒരുങ്ങിക്കഴിഞ്ഞു. സ്ഥാപന സമ്പർക്ക വിലക്ക് കേന്ദ്രങ്ങൾക്ക് ലൈസൻസ് നൽകാൻ മുനിസിപ്പൽ ഗ്രാമകാര്യ ഭവന മന്ത്രാലയമാണ് നടപടി തുടങ്ങിയിരിക്കുന്നത്. സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്കേറെ ആശ്വാസം നൽകുന്നതോടൊപ്പം തന്നെ സൗദി കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതും ഏറെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. കോവിഡിനെ ഇല്ലാതാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപിപ്പിച്ചാണ് വിവിധ പ്രവേശന കവാടങ്ങൾ വഴി രാജ്യത്തേക്ക് വരുന്നവരെ സുരക്ഷിത രീതിയിൽ സ്വീകരിക്കുന്നതിനും താമസിപ്പിക്കുന്നതിനുമുള്ള സമ്പർക്ക വിലക്ക് കേന്ദ്രങ്ങൾക്ക് ലൈസൻസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്രങ്ങൾക്കുണ്ടായിരിക്കേണ്ട സൗകര്യങ്ങളും പാലിക്കേണ്ട നിബന്ധനകളും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥലം, കെട്ടിടം, ഡിസൈൻ, കെട്ടിട നിലവാരം, ടോയ്ലറ്റുകൾ, ലൈറ്റിംഗ്, വെന്റിലേഷൻ, സെൻട്രൽ അടുക്കള, ജീവനക്കാർ, തൊഴിലാളികൾ, സൗകര്യങ്ങളും സേവനങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ലൈസൻസ് നൽകുക. കൂടാതെ താമസിക്കുന്ന കെട്ടിടങ്ങൾ വൃത്തിയുള്ളതാക്കണം, റിപ്പയറിംഗ് ജോലികൾ നടത്തണം, അണുവിമുക്തമാക്കുന്നതിന് കീടനിയന്ത്രണ കമ്പനിയുമായി കരാർ ഉണ്ടായിരിക്കണം, കെട്ടിടങ്ങളും അവിടുത്തെ സൗകര്യങ്ങളും വൃത്തിയാക്കാനും അണുവിമുക്തമാക്കാനും ക്ലീനിംഗ് കമ്പനിയുമായി കരാർ ഉണ്ടാകണം, കാവലിനും നിരീക്ഷണത്തിനും ക്യാമറകളും സെക്യൂരിറ്റി ജീവനക്കാരും ഉണ്ടായിരിക്കണം, ആവശ്യമായ ടോയ്ലറ്റുകൾ ഉണ്ടായിരിക്കണം, QR കോഡ് ഫോമിലൂടെ വരുന്ന ആളുകൾക്ക് ബുക്കിംഗ് നൽകാനുള്ള വെബ്സൈറ്റ് ഉണ്ടാകണം, പ്രവേശന കവാടങ്ങളിൽ നിന്ന് ആളുകളെ സ്വീകരിക്കാനും സ്ഥാപന സമ്പർക്ക വിലക്ക് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനും സൗകര്യമുണ്ടായിരിക്കണം. ഓരോ യാത്രക്കാരനും 2 കോവിഡ് പരിശോധനകൾ നടത്തുന്നതിന് അംഗീകൃത മെഡിക്കൽ ലബോറട്ടറികളുമായി കരാർ ഉണ്ടായിരിക്കണം. കോവിഡിനെയും ക്വാറന്റീനെയും കുറിച്ച് ബോധവൽക്കരണം നടത്തണം. വരുന്നവർ തവക്കലിന ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകളാണ് നൽകിയിട്ടുള്ളത്. റിയാദ്, ജിദ്ദ, ദമാം, ദഹ്റാൻ എന്നിവിടങ്ങളിൽ ക്വാറന്റീൻ കേന്ദ്രങ്ങൾ തുടങ്ങാനുള്ള ലൈസൻസിനായി ഇതിനകം 25 അപേക്ഷകൾ ലഭിച്ചതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ഇത്രയും കെട്ടിടങ്ങളിലായി 3276 പേരെ താമസിപ്പിക്കാൻ കഴിയും. 1669 ആളുകളെ താമസിപ്പിക്കാൻ ശേഷിയുള്ള 10 കെട്ടിടങ്ങൾക്ക് ഇതിനോടകം തന്നെ ലൈസൻസ് നൽകി. അതിൽ ആളുകളെ താമസിപ്പിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥാപന സമ്പർക്ക വിലക്ക് യോഗ്യതയുള്ള കെട്ടിടങ്ങളുടെ അപേക്ഷ ലഭിച്ചാൽ നിർദ്ദിഷ്ട ആവശ്യകതകളും മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയാൽ ഉടൻ തന്നെ ലൈസൻസ് അനുവദിക്കുന്നതാണ്. അംഗീകൃത സമ്പർക്ക വിലക്ക് കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ്. അതേസമയം എല്ലാ കേന്ദ്രങ്ങളും മുൻകരുതലുകളും പ്രതിരോധ നടപടികളും പാലിക്കണമെന്ന് അതുല ശുശ്രൂഷയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അലംഭാവം കാണിക്കരുതെന്ന് മുനിസിപ്പൽ ഗ്രാമകാര്യ ഭവന മന്ത്രാലയം എല്ലാവരോടും ആവശ്യപ്പെടുകയും ചെയ്തു. എല്ലാ നടപടിക്രമങ്ങളും പൊതുജനാരോഗ്യ അതോറിറ്റിയുടെ തുടർച്ചയായ വിലയിരുത്തലിന് വിധേയമായിരിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. വിമാനയാത്ര ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.